പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മാർച്ച് 3 തിങ്കൾ. പ്രധാന വാർത്തകൾ. ഒമാനിൽ പുതുതായി റീറ്റെയിൽ മത്സ്യ സ്റ്റോറുകൾ ആരംഭിക്കുന്നതിന് അനുമതി നൽകില്ലെന്ന് കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം. മത്സ്യം, കടൽ വിഭവങ്ങൾ എന്നിവയ്ക്ക് മാത്രമായുള്ള സ്റ്റോറുകളുടെ അനുമതിയാണ് നിർത്തിവെച്ചത്. ഇത്തരം സ്ഥാപനങ്ങൾക്കുള്ള പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നത് നിർത്തിവെച്ചതായും ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന ദിവസം മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഒമാൻ തീരത്ത് ചത്ത് കരയ്ക്കടിഞ്ഞ അപൂർവ അറേബ്യൻ കടൽക്കൂനൻ തിമിംഗലത്തെ നീക്കം ചെയ്തു. അൽവുസ്ത ഗവർണറേറ്റിലെ അൽ ചാസിർ തീരത്ത് കഴിഞ്ഞ ദിവസമാണ് തിമിംഗലം ചത്ത നിലയിൽ കാണപ്പെട്ടത്. വാലി ഓഫീസ്, പോലീസ്, കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം എന്നിവയുൾപ്പെടെ വിവിധ അധികാരികൾ ഏകോപിപ്പിച്ചാണ് ഇതിനെ നീക്കം ചെയ്തത്. തിമിംഗലത്തിന്റെ മരണകാരണം കണ്ടെത്താനായി ശാസ്ത്രപരവും ശാസ്ത്രീയവുമായ രീതിയിൽ സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് പരിസ്ഥിതി അതോറിറ്റി നേരത്തെ അറിയിച്ചിരുന്നു. അറേബ്യൻ കടൽക്കൂനൻ തിമിംഗലത്തെ അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ജീവിയായി ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ ലേഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒമാന്റെ കടലിൽ വസിക്കുന്ന 20 തിമിംഗല ഇനങ്ങളിൽ ഒന്നാണിത്. റംസാൻ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ജീവനക്കാർക്കും തൊഴിലുടമകൾക്കുമുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി തൊഴിൽ മന്ത്രാലയം. ജീവനക്കാർ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾക്കൊപ്പം തൊഴിലുടമയുടെ ഉത്തരവാദിത്തങ്ങളാണ് മന്ത്രാലയം പുറത്തുവിട്ടത്. തൊഴിലിടങ്ങളിലെ സുരക്ഷ ഉറപ്പുവരുത്തുക, പരിക്കുകൾ ഒഴിവാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളിലാണ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. രാത്രിയിൽ മതിയായ ഉറക്കം ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക, അത്താഴ ഭക്ഷണം വൈകിപ്പിക്കുക, നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, ഇഫ്താർ സമയം കഫീൻ, പഞ്ചസാര എന്നിവ അടങ്ങിയ പാനീയങ്ങൾ ഒഴിവാക്കുക, നോമ്പില്ലാത്ത സമയങ്ങളിൽ ജലാംശം നിലനിർത്താൻ ധാരാളം വെള്ളം കുടിക്കുക, ജോലി സമയങ്ങളിൽ എല്ലായ്പ്പോഴും വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കുക, ആരോഗ്യസ്ഥിതികളെക്കുറിച്ചും കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളെക്കുറിച്ചും സൂപ്പർവൈസർമാരെ അറിയിക്കുക, തൊഴിലുടമ നൽകുന്ന എല്ലാ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുക, നോമ്പ് സമയങ്ങളിൽ ജോലിക്ക് ഷിഫ്റ്റ് അനുവദിക്കുക, പുറം ജോലികളുടെ സമയം കുറയ്ക്കുക, ജീവനക്കാരുടെ ശാരീരിക ക്ഷമത നിരീക്ഷിക്കുക, പ്രഥമ ശുശ്രൂഷയും അടിയന്തര ചികിത്സയും എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനമൊരുക്കുക, ജോലിസ്ഥലത്തെ അപകടങ്ങളെക്കുറിച്ചും ആവശ്യമായ മുൻകരുതൽ പ്രതിരോധ നടപടികളെക്കുറിച്ചും ജീവനക്കാരെ ബോധവൽക്കരിക്കുക, ജീവനക്കാരുടെ മാനസികവും ശാരീരികവുമായ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് ജോലിസ്ഥലത്തെ സമ്മർദ്ദം കുറയ്ക്കുക, ക്ഷീണത്തിന് സാധ്യതയുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക, മുഖം കഴുകാൻ തണുത്ത വെള്ളം നൽകുക, ആവശ്യമായ വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ ലഭ്യമാണെന്നും ഉപയോഗിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുക. സുൽത്താനേറ്റിലെ മിക്ക ഗവർണറേറ്റുകളിലും നാളെ രാവിലെ വരെ കാറ്റ് അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ അധികൃതർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി മുസന്തം ഗവർണറേറ്റിന്റെയും ഒമാൻ കടലിന്റെയും തീരങ്ങളിലും തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിന്റെ തീരങ്ങളിലും കടൽ തിരമാലകൾ ഉയർന്നേക്കും. മരുഭൂമിയിലും തുറന്ന പ്രദേശങ്ങളിലും പൊടി ഉയരുകയും താപനില കുറയുമെന്നും. കടലിനിക്കരെ നാടൻ വിഭവങ്ങളുടെ മേളമാണ് മസ്കത്തിലെ ഇഫ്താർ സൂപ്പറുകളിൽ. കേരളത്തിന്റെ തനത് എണ്ണക്കടികളിൽ മലബാർ വിഭവങ്ങളാണ് താരം. മലയാളികൾ മാത്രമല്ല ഇവയുടെ ആവശ്യക്കാർ. അറബികളും മലബാർ വിഭവങ്ങളുടെ ഇഷ്ടക്കാരാണ്. വിഭവങ്ങൾ തേടി എത്തുന്ന സ്വദേശി കുടുംബങ്ങളും മലയാളികളും ദിവസം കഴിയുന്തോറും വർദ്ധിച്ചു വരികയാണെന്ന് കച്ചവടക്കാർ പറയുന്നു. ലുലു ഒമാൻ ഡ്രീം ഡ്രൈവ് ഷോപ്പ് ആൻഡ് വിൻ 2025 പ്രൊമോഷൻ ക്യാമ്പയിന്റെ ആദ്യ 2 സെറ്റ് വിജയികളെ പ്രഖ്യാപിച്ചു. ആദ്യ നറുക്കെടുപ്പ് ഫെബ്രുവരി 19-നും രണ്ടാമത്തേത് 27-നും നടന്നു. ആദ്യ 2 നറുക്കെടുപ്പിൽ വിജയികളായ സൗദ് സുലൈമാൻ അൽ വഹൈബി, ദിവ്യേഷ് പരണ്ടി എന്നിവർ നിസാൻ പാത്ത് ഫൈൻഡർ കാറുകൾക്ക് അർഹരായി. അനധികൃത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം. ലൈസൻസ് ഇല്ലാതെ നടത്തുന്ന ഇത്തരം കോസ്മെറ്റിക് സേവനങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു.
സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കാൻ ലൈസൻസ് ഉള്ളതും അംഗീകൃതവുമായ സൗകര്യങ്ങളിൽ മാത്രമേ അത്തരം സേവനങ്ങൾ നൽകാൻ പാടുള്ളൂ. ഉപഭോക്തൃ സംരക്ഷണം കൂട്ടുത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞ് ലൈസൻസ് ഇല്ലാത്ത ഏതെങ്കിലും കോസ്മെറ്റിക് സേവനദാതാക്കളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായാൽ ചാനലുകൾ വഴി റിപ്പോർട്ട് ചെയ്യണമെന്ന് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ആവശ്യപ്പെട്ടു. ഹെൽപ്പ് ലൈൻ നമ്പർ 800-790-0009. ചെറിയ പെരുന്നാളിന് ഇത്തവണ നാടണിയുന്നവർക്ക് ചെലവ് കൂടും. ഗൾഫ് മേഖലയിൽ നിന്നുള്ള വിമാന ടിക്കറ്റ് നിരക്കുകൾ കുതിച്ചുയരുകയാണ്. കേരള സെക്ടറുകളിലടക്കം റംസാൻ അവസാന ദിവസങ്ങളിൽ 4 ഇരട്ടി അധിക നിരക്ക് ടിക്കറ്റുകൾക്ക് നൽകേണ്ടി വരും. പ്രവാസികളുടെ കീശ കാലിയാക്കാൻ വിമാന കമ്പനികൾ ഒരുങ്ങുമ്പോൾ നേരത്തെ ടിക്കറ്റെടുത്ത് പോക്കറ്റ് കാക്കുകയാണ് പ്രവാസികൾ. റംസാൻ അവസാനത്തോടെയാണ് നിരക്കുയരുന്നത്. പെരുന്നാൾ അവധിക്ക് നാടണിയാൻ ലക്ഷ്യമിടുന്ന പ്രവാസികൾക്ക് തിരിച്ചടിയാകും ഇത്. റംസാൻ 3-ാം പാദം മുതൽ തന്നെ ടിക്കറ്റ് നിരക്ക് ഉയർന്നു തുടങ്ങുന്നു. എന്നാൽ രാജ്യത്ത് സ്കൂൾ വേനൽ അവധിക്കാലം ആരംഭിക്കാത്തതിനാൽ ഇത്തവണ പെരുന്നാൾ കാലത്ത് നാടണിയുന്ന കുടുംബങ്ങൾ വിരളമായിരിക്കും. ടിക്കറ്റ് നിരക്ക് ഇനിയും ഉയർന്നാൽ സാധാരണക്കാരും പെരുന്നാൾ ആഘോഷം ഒമാനിൽ തന്നെയാക്കും. ഇതര രാഷ്ട്രങ്ങളിലേക്കുള്ള യാത്രകൾ ആലോചിക്കുന്ന പ്രവാസികളുമുണ്ട്. മാർച്ച് അവസാന വാരം അവസാനത്തോടെ മസ്കത്തിൽ നിന്നും കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കും എയർ ഇന്ത്യ എക്സ്പ്രസിൽ 100 റിയാലിന് മുകളിലാണ് ടിക്കറ്റ് നിരക്ക്. ഇതേ ദിവസങ്ങളിൽ സലാം എയറിലും സമാനമാണ് നിരക്കുകൾ. ഒമാൻ എയർ ഇതിനും മുകളിലാണ് ചെലവ് വരുന്നത്. കണ്ണൂർ, തിരുവനന്തപുരം സെക്ടറുകളിലേക്കും ഏറെക്കുറെ സമാനമാണ് നിരക്കുകൾ. അതേസമയം ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ മധ്യവേനൽ അവധിക്കായി അടയ്ക്കുന്ന ജൂൺ ആദ്യ വാരത്തിൽ മസ്കത്തിൽ നിന്നും കൊച്ചിയിലെത്തണമെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസിൽ 100 റിയാലിന് മുകളിൽ ടിക്കറ്റ് നിരക്ക് നൽകണം. ഒമാൻ എയർ ടിക്കറ്റിന് ഇതിനു മുകളിലാണ് ചെലവ് വരുന്നത്. കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ സെക്ടറുകളിലും നിരക്കുകൾ സമാനമാണ്. സലാലയിൽ നിന്നുള്ള നിരക്ക് വീണ്ടും ഉയരും. ഒമാൻ എയറിൽ സാധാരണ നിലയിൽ ഉയർന്ന ടിക്കറ്റ് നിരക്ക് ആണെന്നതിനാൽ പ്രവാസികൾ കൂടുതൽ ആശ്രയിക്കുന്നത് ബജറ്റ് എയർലൈനുകളെയാണ്. ഒമാനിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്, സലാം എയർ, ഗോ ഫസ്റ്റ് എന്നിവയാണ് കേരള സെക്ടറുകളിലേക്ക് നിലവിൽ സർവീസ് നടത്തുന്ന ബജറ്റ് എയർലൈനുകൾ. അതേസമയം 2 കുട്ടികളടക്കം 4-അംഗ കുടുംബത്തിന് നാട്ടിൽ പോയി വരുന്നതിന് 2 ലക്ഷം രൂപയ്ക്ക് മുകളിലാകും ടിക്കറ്റ് നിരക്ക് മാത്രം ചെലവ് വരുന്നത്. അതിനാൽ തന്നെ പ്രവാസി മലയാളികൾ പലരും കഴിവതും നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പരമാവധി യാത്രാ ചെലവ് ചുരുക്കുകയാണ്. ടിക്കറ്റ് എടുക്കാൻ വൈകുന്നത് ചെലവ് ഉയർത്തുക മാത്രമല്ല, ടിക്കറ്റ് ലഭിക്കാനില്ലാതെ പലരുടെയും അവധിക്കാല യാത്ര മുടക്കിയേക്കും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.